സിനിമയുടെ തുടക്കത്തിൽ തന്നെ രണ്ട് കുട്ടികളെയാണ് കാണിക്കുന്നത്. എമിയും അവളുടെ അനിയൻ നിക്കും. അവരുടെ അമ്മ അവിടെയില്ല, അതുകൊണ്ട് എമിയാണ് കിച്ചൺ ഡ്യൂട്ടിയിൽ. നിക്ക് എന്തോ വലിയ കണ്ടുപിടുത്തം നടത്തുവാണ്. അവനുണ്ടാക്കിയ ഉപകരണം വർക്ക് ചെയ്യുന്നുണ്ടെന്നെല്ലാം അവൻ അന്നേരം പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ എമി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കി അച്ഛനെ വിളിക്കുവാണ്. അങ്ങേരെന്തോ വലിയ കണ്ടുപിടുത്തത്തിന്റെ തിരക്കിലാണ്. ഇങ്ങേരുടെ റൂമിൽ ബ്രേക്ക്ഫാസ്റ്റ് റിമൈൻഡർ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. അത് കണ്ട് അയാൾ താഴെ വരുവാണ്. എന്താ അല്ലേ, ഇവരുടെ അയൽവാസിയാണ് റസൽ റസ് തോംസൺ സീനിയർ. അന്നൊരു സാറ്റർഡേ ആയിട്ട് ഈ വെയിൻ ലാബിൽ നിന്ന് ശബ്ദമുണ്ടാക്കിയതിന് ഇങ്ങേര് കയറി കലിപ്പാകുന്നൊക്കെയുണ്ട്. അന്നേരമാണ് ഇങ്ങേരുടെ ഇളയ മകനായ റൊണാൾഡ് അവിടെ നിന്ന് കളിക്കുന്നത്. കളിച്ചുകൊണ്ടിരിക്കുന്ന റൊണാൾഡിന്റെ കയ്യിൽ നിന്ന് റസലിന് അസലൊരു പണി കിട്ടുന്നുണ്ട്. ഈ സമയമാണ് നമ്മുടെ നിക്ക് അവന്റെ കണ്ടുപിടുത്തമായി വെയിനിന്റെ അടുത്ത് ചെല്ലുന്നത്. പക്ഷെ അങ്ങേര് വൻ പണിയിലാണ്, അവനെ ഒന്നും ശ്രദ്ധിച്ചില്ല. ഇങ്ങേരെന്താ ഈ വള്ളിയും വയറും വെച്ച് കാണിക്കുന്നേ എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നേ? അതൊരു ഷ്രിങ്കിങ് മെഷീനാണ്. അത് വെച്ച് എന്ത് പോയിന്റ് ചെയ്താലും ആ വസ്തു ചെറുതാവും. ഈ സമയം റസലിന്റെ വീട്ടിൽ അങ്ങേര് ഫിഷിങ്ങിന് പോകുവാണ്. അങ്ങേരുടെ ക്രേസ് ആണ് ഫിഷിംഗ്. പക്ഷെ ഇയാളുടെ മൂത്ത മകൻ റസൽ റസ് ജൂനിയറിന് ഇതിലൊന്നിലും താല്പര്യമില്ല. ഇപ്പുറത്ത് വെയിനിന്റെ വീട്ടിൽ എമി നല്ല വൃത്തികേടായി ഫുഡ് ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട്. അന്ന് വെയിനിന് ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോ അങ്ങേര് നേരത്തെ ഓഫീസിലോട്ട് ഇറങ്ങുവാണ്. അപ്പോഴാണ് നമ്മുടെ കുട്ടി ശാസ്ത്രജ്ഞൻ നിക്ക് അവന്റെ ഫ്രണ്ടിനെ വിളിച്ച് അവന്റെ പുതിയ കണ്ടുപിടുത്തം കാണിച്ചു കൊടുക്കുന്നത്. ഈ സമയം റൊണാൾഡ് നമ്മുടെ നിക്കിനെ ബേസ്ബോൾ കളിക്കാൻ വിളിക്കുന്നുണ്ട്. പക്ഷെ അവൻ നെഹി. റസൽ റസ് ജൂനിയർ ഇന്നേരം ഒരു ബുക്ക് വായിച്ച് കിടക്കുവാണ്. അപ്പോഴാണ് അവന്റെ അച്ഛൻ അവനെ വർക്കൗട്ടിന് വിളിക്കുന്നത്. ഇവന് പക്ഷെ ഇതിലും താല്പര്യമില്ല. അങ്ങനെ ഇവൻ വീടിന്റെ സൈഡിലൂടെ പാസ് ചെയ്യുമ്പോഴാണ് ദേ ഇപ്പുറത്ത് നമ്മുടെ എമി നിന്ന് വമ്പൻ ഡാൻസ്. എന്തോ എവിടെയോ ഒരു തകരാറുണ്ടോ, നമുക്ക് നോക്കാം. അങ്ങനെ ഈ സമയത്താണ് നമ്മുടെ റൊണാൾഡ് ഒറ്റയ്ക്ക് ബേസ്ബോൾ കളിച്ച് ബോൾ ഒറ്റയടി ദേ പോകുന്നു ബോൾ വെയിനിന്റെ ലാബിലോട്ട്. ആഹാ, മെഷീൻ വർക്കായല്ലോ. ആ ഒരു ബേസ്ബോളിന്റെ പവറേ. അവിടെ ഇരുന്ന സോഫയും മറ്റുമെല്ലാം ചെറുതായിപ്പോയി, അതും ഉറുമ്പിനേക്കാൾ ചെറുത്. ഇത് കണ്ട റസൽ ജൂനിയർ റൊണാൾഡിനെയും കൊണ്ട് വെയിനിന്റെ വീട്ടിലോട്ട് സോറി പറയാൻ വരുവാണ്. അങ്ങനെ നിക്കുമായി ലാബിലേക്ക് ബോൾ എടുക്കാൻ പോകുവാണിവർ. കുറെ നേരം കഴിഞ്ഞിട്ടും അവരെ കാണാഞ്ഞത് കണ്ട് എമിയും റസലും അവരെ അന്വേഷിച്ചു പോയപ്പോഴാണ് കാര്യം മനസ്സിലായേ. അവരും ചെറുതായിപ്പോയി. ഈ സമയം ഇതൊന്നും അറിയാതെ നമ്മുടെ വെയിൻ കോൺഫറൻസിൽ പങ്കെടുക്കുവാണ്. അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഈ ഷ്രിങ്കിങ് മെഷീനെ കുറിച്ചാണ്. പക്ഷെ പ്രൂഫ് ഇല്ലാത്തത് കൊണ്ട് അവിടെ അത് റിജക്റ്റ് ആയി. തിരികെ വീട്ടിലെത്തിയ വെയിൻ അവിടെ നടന്നതൊന്നും അറിയാതെ ആ മെഷീൻ തല്ലി പൊട്ടിച്ചു കളയുവാണ്. നമ്മുടെ കുട്ടിപ്പട്ടാളം ഫ്ലോറിൽ നിന്ന് വിളിക്കുന്നതൊന്നും അങ്ങേർക്ക് കേൾക്കാനില്ല. ഇങ്ങേരാണേൽ ആ തല്ലി പൊട്ടിച്ച പാർട്സ് എല്ലാം അടിച്ചു വരുന്ന കൂട്ടത്തിൽ ഇവരെയും വാരിയെടുത്ത് ഗാർബേജിൽ കൊണ്ടിട്ടു. അവിടെ നിന്ന് കുട്ടിപ്പട്ടാളം പുറത്തു കടന്ന് ഗാർഡൻ ഏരിയയിൽ എത്തുവാണ്. ബട്ടർഫ്ലൈ പറക്കുന്നത് വരെ എന്തോ ഹെലികോപ്റ്റർ പോലെയാണ് അവർക്ക് തോന്നുന്നത്. അങ്ങനെ ഇവർ ഇങ്ങനെ നടന്നു പോകുന്ന സമയം നമ്മുടെ നിക്കിന് ഒരു ഐഡിയ തോന്നുവാണ്. ഐഡിയ എന്താണെന്നല്ലേ, ജസ്റ്റ് എ മിനിറ്റ്. അപ്പോഴേക്ക് നമ്മുടെ എമിയുടെയും നിക്കിന്റെയും അമ്മ വീട്ടിൽ വന്നിരുന്നു. അവർ കുട്ടികളെ അന്വേഷിച്ച് അവരുടെ ഫ്രണ്ട്സിനെ എല്ലാം വിളിക്കുന്നുണ്ട്. പക്ഷേ നോ റെസ്പോൺസ്. ഈ സമയം നിക്ക് അവരോട് നമുക്ക് ക്വാക്കിനെ വിളിക്കാമെന്ന് പറയുവാണ്. അതിവരുടെ പെറ്റ് ഡോഗ് ആണ്. അങ്ങനെ പുല്ലിൽ അള്ളി പിടിച്ച് കയറി വിസിലടിച്ച് അവനെ വിളിച്ചപ്പോഴേക്ക് ഒരു പൂച്ച വന്ന് ക്വാക്കിന്റെ ശ്രദ്ധ തിരിച്ചു. ഈ സമയം നമ്മുടെ നിക്ക് പുല്ലിൽ നിന്ന് ബാലൻസ് തെറ്റി ഒരു പൂവിൽ വീഴുവാണ്. നിക്കിന്റെയും റൊണാൾഡിന്റെയും അമ്മമാർ തമ്മിൽ കുട്ടികളെ കാണാനില്ല എന്ന് പറഞ്ഞ് അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ ഇവർ വിളി കേൾക്കുന്നുണ്ടെങ്കിലും ആര് കേൾക്കാനാ? അപ്പോഴാണ് കുറച്ച് തേനീച്ചകൾ ആ പൂവിലേക്ക് വന്നത്. നിക്കാണേൽ ആ തേനീച്ചയുടെ ദേഹത്ത് ഒട്ടിപ്പിടിച്ച് അവനെ രക്ഷിക്കാൻ പോയ റസ്സും അതിൽ പെട്ടു. തേനീച്ചയുടെ പുറത്തു പറ്റി ശരിക്കും ഒരു ജർക്കിംഗ് റൈഡാണ് അവിടെ നടന്നത്. അതിനിടയിൽ ഇത് ഇവരെയും കൊണ്ട് കറങ്ങിയടിച്ച് വെയിനിന്റെ അടുത്ത് പോകുന്നുണ്ട്. അങ്ങേര് ബേസ്ബോൾ ബാറ്റ് എടുത്ത് അതിനെ അടിക്കാൻ നോക്കിയതിന് ശേഷമാണ് ഒരു കാര്യം ഓർത്തത്. നിക്ക് ബേസ്ബോൾ കളിക്കാറില്ലല്ലോ. ഈ സമയം നമ്മുടെ എമിയും റൊണാൾഡും ചേർന്ന് റസ്സിനെയും നിക്കിയെയും തിരയുമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ വെയിനിന് എന്തോ സംശയം തോന്നി. അങ്ങേര് ലാബിൽ പോയി നോക്കിയപ്പോഴാണ് ആ സോഫയും ചെയറും എല്ലാം കാണുന്നത്. അങ്ങനെ എല്ലാം ചേർത്ത് വായിച്ചപ്പോ വെയിനിന് കാര്യം മനസ്സിലായി. അത് വർക്കിംഗ് ആണ്. ഇന്നേരം നമ്മുടെ നിക്കും റസ്സുമാണേൽ വേറൊരിടത്ത് എമിയെയും റൊണാൾഡിനെയും തിരഞ്ഞു നടക്കുന്നുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ വെയിൻ ഗാർഡനിൽ ഇവരെ തിരയാനായി വരുവാണ്. അബദ്ധത്തിലാണേൽ പൈപ്പ് ഓണായിപ്പോയി. ഓരോ ഡ്രോപ്പ് വെള്ളവും അവർക്ക് വലിയ വാട്ടർ ബോംബ് പോലെയാണ് തോന്നുന്നത്. അപ്പോഴാണ് എമി ചെളിവെള്ളത്തിൽ വീഴുന്നത്. അപ്പോഴേക്ക് റസ് അങ്ങോട്ടേക്ക് ചാടിയെത്തി അവളെ രക്ഷിച്ചു. എന്നിട്ട് അവൾക്ക് CPR കൊടുത്ത് എണീപ്പിക്കുവാണ്. ഇവിടെ നമ്മുടെ എമിയുടെ അമ്മയാണേൽ ഇവരെ മാളിൽ തിരഞ്ഞ് കാണാതെ തിരികെ വരുവാണ്. വെയിനാണേലോ പുതിയ സ്വിങ്ങിങ് മെഷീൻ വെച്ച് അവരെ ഗാർഡനിൽ തപ്പുന്നുണ്ട്. ഈ സമയത്താണ് റസ് സീനിയറിന്റെ ഒരു ഫ്രണ്ട് ഇയാളെ
ഫിഷിങ്ങിന് വിളിക്കാൻ വരുന്നത്. എന്നാൽ ഡ്രസ്സ് പോയില്ല. നമ്മുടെ കുട്ടിപ്പട്ടാളത്തിനാണേൽ വിശന്നു തുടങ്ങിയിരുന്നു. ഇവരിങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്ന് അന്വേഷിച്ച് ഇങ്ങനെ നടക്കുമ്പോഴാണ് ബെയിൻ ഒരു ലെൻസ് ഉപയോഗിച്ച് ഇവരെ തിരയുന്നത്. ജസ്റ്റ് മിസ്. ഇങ്ങനെ തിരഞ്ഞു വന്നപ്പോഴേക്ക് ഇവരവിടെ നിന്ന് നടന്നു പോയിരുന്നു. ബെയിനിന് ഇനി ഇവരെ കണ്ടുപിടിക്കാനാകുമോ? നമ്മുടെ കുട്ടിപ്പട്ടാളം ഇനി എങ്ങനെയാണ് പഴയ പോലെ ആവുക? കാത്തിരിക്കൂ. ഹണി ഐ ഷ്രിങ്ക് ദ കിഡ്സ് പാർട്ട് 2 വീഡിയോയ്ക്കായി. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്കും മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ഹണി ഐ ഷ്രിങ്ക് ദ കിഡ്സ് പാർട്ട് 2 വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.